ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ED എന്ന അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിശ്വാസ്യത കുറഞ്ഞൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നടക്കം കടുത്ത വിമർശനത്തിനാണ് അവർ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ളത്. ഇവിടെ പരിശോധിച്ചാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക. നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ, ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക. അതിൻ്റെ കൂടെ നിൽക്കാനാണ് ED ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിലുള്ള ഞങ്ങളെ CPIMൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവരൊക്കെ. അതിനൊന്നും വേറെ കാര്യങ്ങളില്ല. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ട്. കടുത്ത വിമർശനമുണ്ടായിട്ടുണ്ട്. EDക്കെതിരെ തന്നെ വിമർശനമുണ്ടായിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഇപ്പോൾ ഇവിടെ തൽക്കാലം CPM ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്.